ഹായ്, എല്ലാവർക്കും ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ പബ്ലിക് സെക്ടർ ബാങ്കായിട്ടുള്ള ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയിലേക്ക് ഇപ്പോൾ അപ്രന്റീസ് പോസ്റ്റുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. ഈ നോട്ടിഫിക്കേഷനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പരിശോധിക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് അപ്ഡേറ്റ്സ് അറിയുന്നതിനായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യയിലെ ലീഡിംഗ് പബ്ലിക് സെക്ടർ ബാങ്കായിട്ടുള്ള ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയിലേക്കാണ് ഇപ്പോൾ അപ്രന്റീസ് പോസ്റ്റുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത്. 15/1/2026 മുതൽ 25/1/2026 വരെ ഓൺലൈനായിട്ട് പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ഒഴിവുകൾ വന്നിട്ടുണ്ട്. കേരളത്തിലേക്ക് SC 1, OBC 3, EWS 1, UR 8 എന്നിങ്ങനെ 13 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. ഇന്ത്യയിലൊട്ടാകെ 600 ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത്. ഈ പോസ്റ്റിലേക്ക് ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത് ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഏതെങ്കിലും വിഷയത്തിലുള്ള ബാച്ചിലർ ഡിഗ്രിയാണ്. അപ്ലൈ ചെയ്യുന്ന സ്റ്റേറ്റിലെ ലോക്കൽ ലാംഗ്വേജ് എഴുതാനും വായിക്കാനും സംസാരിക്കാനും അറിയേണ്ടതാണ്. പോസ്റ്റിലേക്ക് 20 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത്. 1 വർഷത്തേക്കാണ് ട്രെയിനിങ് കാലാവധി വരുന്നത്. ട്രെയിനിങ് സമയത്ത് സ്റ്റൈപ്പൻഡായിട്ട് മാസം 12,300 രൂപയാണ് അപ്രന്റീസിന് ലഭിക്കുന്നത്. പകൽ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് വർക്കിംഗ് അവേഴ്സായിട്ട് വരുന്നത്. മുൻപ് വേറെ ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ അപ്രന്റീസ്ഷിപ്പ് ചെയ്ത ആളുകൾക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി കഴിയുന്നതല്ല. 1 അതിലധികമോ വർഷം ജോബ് എക്സ്പീരിയൻസ് ഉള്ളവർക്കും പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി കഴിയുന്നതല്ല. റിസർവേഷൻ കാറ്റഗറിയിൽ വരുന്നവർക്ക് ഏജ് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട്. SC/ST കാൻഡിഡേറ്റിന് 5 വർഷവും OBC കാൻഡിഡേറ്റിന് 3 വർഷവും PWBD കാൻഡിഡേറ്റിന് 10 വർഷവും ഏജ് റിലാക്സേഷൻ അനുവദിച്ചിട്ടുണ്ട്. ഇതിലേക്ക് സെലക്ഷൻ പ്രൊസീജിയറായിട്ട് എക്സാം ഒന്നും തന്നെ വരുന്നില്ല. അപേക്ഷിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അതാത് സർട്ടിഫിക്കറ്റിൽ ലഭിച്ച മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. സെലക്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് നാറ്റ്സ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് ആവശ്യമുള്ള സർട്ടിഫിക്കറ്റുകളും ഡോക്യുമെന്റ്സും എല്ലാം തന്നെ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്. വാലിഡ് ഇമെയിൽ ID-യും മൊബൈൽ നമ്പറും അപ്ലിക്കൻറ്റിന് ഉണ്ടായിരിക്കേണ്ടതാണ്. ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നതിനായിട്ട് ഒരു ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട്. UR EWS OBC കാറ്റഗറിക്ക് 150 രൂപയും SC/ST കാൻഡിഡേറ്റിന് 100 രൂപയുമാണ് ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത്. PWBD കാൻഡിഡേറ്റിന് ആപ്ലിക്കേഷൻ ഫീ അതൊന്നും തന്നെ വരുന്നില്ല. ഓൺലൈനായിട്ട് 15/1/2026 മുതൽ 25/1/2026 വരെയാണ് അപേക്ഷിക്കാൻ വേണ്ടി കഴിയുന്നത്. അതിനായിട്ട് ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കരിയേഴ്സ്, റിക്രൂട്ട്മെന്റ് പ്രോസസ്, കറന്റ് ഓപ്പണിംഗ് എന്ന ക്രമത്തിൽ പോയി ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോർ എൻഗേജ്മെന്റ് ഓഫ് അപ്രന്റീസ് അണ്ടർ ദ അപ്രന്റീസ് ആക്ട് 1961 പ്രൊജക്ട് 2025-26 എന്ന ടാബിൽ ക്ലിക്ക് ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പബ്ലിക് സെക്ടർ ബാങ്കിൽ വരുന്ന ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയിലേക്കാണ് ഇപ്പോൾ 600 അപ്രന്റീസ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. കേരളത്തിലേക്ക് 13 ഒഴിവുകളാണ് വരുന്നത്. ഡിഗ്രി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി കഴിയുന്നതാണ്. അപ്പോൾ യോഗ്യത ഉള്ളവരെല്ലാം തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. യോഗ്യതയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ വീഡിയോ ഷെയർ ചെയ്ത് വിവരം എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുക. നോട്ടിഫിക്കേഷനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പൂർണ്ണമായും വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.